ലാലേട്ടൻ നിൽക്കുന്നുണ്ടോന്ന് പോലും നോക്കാതെ വൻ അടിയായിരുന്നു ലൈവില്. പ്രൊമോയിലും അങ്ങനെ തന്നെയാണ് കാണിച്ചത്. ടിക്കറ്റ് ഫിനാലിൽ ബോണസ് പോയിന്റ് നമ്മുടെ ഋഷിക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. സോ അർജുൻ്റെയും ജാസ്മിൻ്റെയും ഉദ്ദേശം അഭിഷേകിന് കൊടുക്കരുത്, പക്ഷെ ഋഷിക്ക് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. കാരണം ജാസ്മിൻ്റെ തൃക്കണ്ണ് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ആ ഒരു സിക്സ്ത് സെൻസ് വർക്ക് ചെയ്തിട്ട് അഭിഷേക് പുറത്ത് പോകുന്നതാണ് ജാസ്മിൻ പ്രവചിച്ചിരിക്കുന്നത്. എങ്ങനെ കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ 4 ഉണ്ടായിരുന്ന ഒരാളെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വീക്കിൽ നീ ഉണ്ടാവില്ലടാ എന്ന് പറയുമ്പോൾ ഔട്ടായിരുന്ന പോലത്തെ ഒരു സീസൺ നമുക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ജാസ്മിൻ പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ജാസ്മിൻ വിട്ടുകൊടുത്തതാണല്ലോ എന്നുള്ളത്. അൻസിബ നല്ല ഫുൾ ഓൺ വൈബായിട്ട് ഒരു ബീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചിട്ടാണ് അൻസിബ ഇറങ്ങിയേക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അൻസിബ പറഞ്ഞ വലിയൊരു പോയിന്റാണ് ഞാൻ കാലത്ത് വീഡിയോയിൽ സംസാരിച്ചത്. അൻസി പറഞ്ഞ കാര്യമുണ്ട്, വിട്ടുകൊടുക്കലും വിജയമാണ്. ആ വിജയം വോട്ടായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ജാസ്മിൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ നിൽക്കുമ്പോൾ പോലും മനസ്സിൽ പറയുന്നുണ്ട് വെയിറ്റ് ഞാൻ പറയട്ടെ എന്നുള്ളത്. അപ്പോൾ ലാലേട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് യെസ് അവർ പറയട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ആസ് എ കണ്ടസ്റ്റൻറ്റ് ജാസ്മിനെ അറിയാം. ജാസ്മിൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ല, പിന്നാലെ പോയി ചൊറിഞ്ഞ് എന്താണെങ്കിലും ബീറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയും ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് എന്തുകൊണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അത് പ്രേക്ഷകർ വോട്ട് എനിക്കുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആണോ എന്തോ എനിക്കറിയത്തില്ല. കാരണം ആ ഓപ്പർച്യൂണിറ്റി എന്തിനു ഋഷിക്ക് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ യെസ് ആ ഒരു എനിക്ക് അങ്ങനെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാൻ പ്രേക്ഷകർ ത്രൂ കയറിക്കോളാം എന്നുള്ളൊരു ഇതായിട്ടാണോ എന്തോ. പക്ഷെ എന്തായാലും അൻസിബ പറഞ്ഞ വലിയൊരു പോയിന്റ് എന്നാൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ബീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.